വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ എയ്ഡൻ. നമുക്കിന്ന് നല്ലൊരു അടിപൊളി കളറൊന്നും ചേർക്കാത്ത, ഷുഗറൊന്നും ചേർക്കാത്ത എന്ന മധുരമുള്ള ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കി കുടിച്ചാലോ? പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ റാഗി പൗഡർ വേണേ, മുത്താറിപ്പൊടി. ഇത് അല്പം വെള്ളം ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ കുറുക്കുണ്ടാക്കാനായിട്ട് നമ്മൾ കലക്കിയെടുക്കത്തില്ലേ, അതുപോലെ നല്ല ലൂസായിട്ട് കട്ടയൊന്നുമില്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു പരുവത്തിന് വേണം നമുക്കിതൊന്ന് മിക്സാക്കി കിട്ടാനായിട്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്ത് 1/2 കപ്പ് വെള്ളമൊഴിച്ച് അത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ മധുരത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് ആണ്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതിപ്പോൾ ഏകദേശം ഒരു 10-12 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്ത് അടുപ്പേ വെച്ച് അതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടേക്കായിട്ട് കട്ട പിടിച്ച് പോകും. നമുക്കിത് പിള്ളേർക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന പോലെ അത്ര തിക്കായിട്ട് വേണ്ട, എന്നാൽ റാഗിപ്പൊടി നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വരുന്ന ഒരു പരുവം. ആ പരുവത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ ഒരു 4 ബീട്രൂട്ട് കഷ്ണങ്ങൾ ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊന്നും പറയണ്ട, ഇത് കളറിനായിട്ടോ മാത്രമല്ല ഗുണത്തിലും കേമനാണേ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന റാഗി മിക്സ്, തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അതിലേക്ക് നമുക്ക് ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മധുരത്തിനായിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ്സ് അതെല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതിൻ്റെ ആ ജ്യൂസോട് കൂടി നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളത്തോടു കൂടി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാനൊരു പഴം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കിവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നോക്കിക്കേ, ഒരു കളറോ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ നല്ല കളർഫുൾ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് നല്ല ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്കിത് പാല് ചേർത്ത് കൊടുത്ത് ഇത് ലൂസാക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചിയാ സീഡും കൂടെ ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്. നല്ലൊരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണിത്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഷെയ്ക്കായിട്ടോ നിങ്ങൾക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ബീട്രൂട്ട് ഉണ്ട്, പാലുണ്ട്, ഡേറ്റ്സ് ഉണ്ട് എന്നും പറഞ്ഞൊന്നും ഇതൊന്നും ഡെയിലി കുടിക്കാൻ പറ്റുന്നതല്ല കേട്ടോ. ഡെയിലിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. നമുക്ക് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അധികമായാൽ അമൃതം വിഷമാണെന്നാണല്ലോ പറയുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളത് കമൻസിൽ അറിയിക്കണം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.